ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ മഹാഗണപതിയുടെ തിരു അവതാര ദിനമാണ് വിനായക ചതുർത്ഥി. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിവസമാണ് ഗണപതി ഭഗവാന്റെ ജന്മദിവസം എന്ന രീതിയിൽ നമ്മൾ ആഘോഷിക്കുന്നത്. ഈ വരുന്ന സെപ്റ്റംബർ 7 ശനിയാഴ്ചയാണ് ഈ വർഷത്തെ വിനായക ചതുർത്ഥി വരുന്നത്. വ്രതം അനുഷ്ഠിക്കേണ്ടത് തലേ ദിവസമായ ദിവസം തന്നെ തുടങ്ങേണ്ടതാണ്. മത്സ്യമാംസാദികളെല്ലാം പൂർണ്ണമായും ത്യജിച്ച് ബ്രഹ്മചര്യം പാലിക്കണം. പരമാവധി സമയം ഗണപതിയെ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. ചതുർത്ഥി ദിവസം രാവിലെ തന്നെ ഗണപതി ക്ഷേത്രത്തിൽ ഹോമം നടത്തുക. ഏതെങ്കിലും ദ്രവ്യം ഹോമത്തിന് സമർപ്പിക്കാം. പറ്റിയാൽ ദിവസം മുഴുവനും ഗണപതി ക്ഷേത്രത്തിൽ ഇരിക്കുക. അവിടെയുള്ള എല്ലാ പൂജകളിലും പങ്കെടുക്കുക. അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തണം. ഗണേശ പുരാണം, അഷ്ടോത്തരം, ഗണേശ ഗായത്രി, സഹസ്രനാമം, സങ്കടനാശന, ഗണേശ സ്തോത്രം എന്നിവയെല്ലാം ജപിക്കാം. പൂർണ്ണമായ ഉപവാസം സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാത്ത പക്ഷം പഴങ്ങൾ, ക്ഷേത്രത്തിലെ പടച്ചോർ ഇവ കഴിക്കാം. ചതുർത്ഥിയുടെ പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് വ്രതം പൂർത്തിയാക്കാവുന്നതാണ്. ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാലകൾ കറുകമാല, മുക്കുറ്റിമാല എന്നിവയാണ്. ചതുർത്ഥി ദിവസം ഈ മാലകൾ ചാർത്തുന്നത് അതിവിശേഷമാണ്. മറ്റു ദിവസങ്ങളിലും ഈ മാലകൾ ചാർത്തുന്നതും അത്യുത്തമമാണ്. ഭഗവാന്റെ ഓരോ ഭാവത്തിനും ഒരു ഫലസിദ്ധിയാണ് വിധി. ബാലഗണപതിയെ ദർശിക്കുന്നത് അഭീഷ്ട സിദ്ധിക്കാണ്. വീരഗണപതി ശത്രുനാശം വരുത്തും. കച്ചവടത്തിലെ വിജയത്തിന് ഉച്ഛിഷ്ട ഗണപതി ദർശനം ഗുണം ചെയ്യും. ഐശ്വര്യവും സമ്പത്തും പ്രദാനം ചെയ്യുന്നതാണ് ലക്ഷ്മി ഗണപതി ദർശനം. സർവ അഭീഷ്ട സിദ്ധിയാണ് മഹാഗണപതി ദർശനം. നല്ല സന്താനങ്ങളെ ലഭിക്കുവാൻ ഹരിദ്ര ഗണപതിയെ ദർശിക്കണം. ദുഃഖമോചനത്തിന് സങ്കടഹര ഗണപതി ദർശനം നല്ലതാണ്. കടം മാറുന്നതിന് ഋണമോചന ഗണപതി. ആഗ്രഹ സാഫല്യത്തിന് സിദ്ധി ഗണപതി. ഐശ്വര്യം ലഭിക്കുവാൻ ക്ഷിപ്ര ഗണപതി. വിഘ്ന നിവാരണത്തിന് വിഘ്ന ഗണപതി. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി വിജയ ഗണപതി ദർശനങ്ങൾ വളരെയധികം ഫലം ചെയ്യും. സെപ്റ്റംബർ 7 ശനിയാഴ്ചയാണ് ഈ വർഷത്തെ വിനായക ചതുർത്ഥി വരുന്നത്. ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർക്ക് ഇത് നേട്ടത്തിൻ്റെ കാലമാണ്. ഗണപതി ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് വിനായക ചതുർത്ഥി. ഭഗവാൻ ഏറെ സന്തോഷവാനായിരിക്കുന്ന ദിവസം. നമ്മളെ കാണാനായി ഭഗവാൻ വരുന്ന ദിവസമാണ് വിനായക ചതുർത്ഥി ദിവസം. സെപ്റ്റംബർ 7 ശനിയാഴ്ചയാണ് 2024 വിനായക ചതുർത്ഥി. ഇതോടനുബന്ധിച്ച് 7 നക്ഷത്രക്കാർക്ക് ഏറെ അനുഗ്രഹമാണ് ഭഗവാൻ സമ്മാനിക്കുന്നത്. ഇവരെ ഭഗവാൻ കനിഞ്ഞ് അനുഗ്രഹിക്കും. ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ തന്നെ ഇനി ധന അഭിവൃദ്ധിയും ഐശ്വര്യവുമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ഈ നാളുകാർ ഈ ദിവസം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും ഗണപതി ഭഗവാന് നിവേദ്യങ്ങൾ സമർപ്പിക്കുന്നതും വളരെയധികം ഗുണഫലം വർദ്ധിക്കുവാൻ ഇടയാക്കും. ഇനി ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുവാൻ പോകുന്നത് എന്ന് നോക്കാം. ആദ്യം ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരായ ആളുകളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ ചൈതന്യം വന്നിറങ്ങും. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രതിസന്ധി ഘട്ടങ്ങളും മാറുവാൻ പോകുന്ന സമയമാണ്. ഇതിൽ നിന്നുള്ള ഒരു മാറ്റമാണ് വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറും. വീട്ടിൽ സർവ്വ ഐശ്വര്യമാണ് ഇനി വന്നു ചേരുന്നത്. നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധ കടങ്ങളും ഒരു പരിധിവരെ തീർക്കുവാൻ സാധിക്കും. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധിയുടെയും അംഗീകാരത്തിൻ്റെയും പുതിയ വഴികൾ തുറക്കും. ഈ കാലയളവിൽ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയും സമൂഹത്തിൽ മാന്യതയും അംഗീകാരവും നേടുവാൻ സാധിക്കും. പ്രത്യേകിച്ചും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് വളരെയധികം ധനലാഭത്തിനുള്ള സാധ്യതകൾ വന്നു ചേരും. പുതിയ നിക്ഷേപങ്ങൾക്കോ നിലവിലുള്ള വിപുലീകരണത്തിനോ അനുകൂലമായ സമയമാണ് വന്നെത്തുന്നത്. ഭൗതികമായ വെറും നേട്ടങ്ങൾ മാത്രമല്ല, ആന്തരികമായ പരിവർത്തനത്തിനും വഴിയൊരുക്കും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ നെഗറ്റീവ് ചിന്തകളെയും പോസിറ്റീവ് ഊർജ്ജമാക്കി മാറ്റുവാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുരോഗതിയും വളർച്ചയും അനുഭവപ്പെടും.
പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കുവാനും അവ നടപ്പാക്കുവാനും താല്പര്യമുണ്ടാകുന്നതാണ്. ചില ആളുകൾക്ക് ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുവാനും ഗവേഷണം നടത്തുവാനും വളരെയധികം താല്പര്യമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ തൊഴിലിൽ പെട്ടെന്ന് പെട്ടെന്ന് സ്ഥാനക്കയറ്റം കിട്ടുന്നതിനും ധന നേട്ടം ഉയരുന്നതും നിങ്ങളിൽ വളരെയധികം അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ചതുർത്ഥി മുതൽ നിങ്ങൾ ആഗ്രഹിച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഒരു രീതിയിലുമുള്ള കഠിനാധ്വാനം ചെയ്യേണ്ടതില്ല എന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നിങ്ങൾക്കെല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത അവസ്ഥ തന്നെയാണെന്ന് പറയാം. പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു എങ്കിൽ നിങ്ങളിൽ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ്. എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും അധ്വാനിച്ചാണെങ്കിലും സ്വസ്ഥത ഇല്ലാത്ത അവസ്ഥയിലാണ് നിങ്ങൾ. ഇതിൽ നിന്നെല്ലാം മാറ്റം വരുന്ന ഒരു സമയമാണ് വിനായക ചതുർത്ഥി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ ഇനി സർവ്വ ഐശ്വര്യങ്ങളും ഭാഗ്യവും നിറയ്ക്കുവാൻ പോകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. നിങ്ങളുടെ ഇഷ്ടവിവാഹം നടക്കുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം വളരെയധികം ഐശ്വര്യവും സമൃദ്ധവും സന്തോഷകരവുമായി തീരും. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത്. പുതിയ വാഹനം വാങ്ങുവാനുള്ള അപ്രതീക്ഷിതമായ ധനലാഭമുണ്ടാകും. രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന ആളുകൾക്ക് വളരെയധികം പഠനത്തിൽ ഉയർച്ച ഉണ്ടാകും. പഠിച്ചിറങ്ങിയ ആളുകൾക്ക് മികച്ച ജോലി ലഭിക്കുവാൻ ഇടയുണ്ട്. ഈ സമയത്ത് ഭൂമി വാങ്ങുവാനും വീട് പണിയുവാനും വളരെയധികം അനുകൂലമായ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചതുർത്ഥിയോടനുബന്ധിച്ച് വന്നു ചേർന്നിരിക്കുന്നത്. വിവാഹ കാര്യങ്ങളിലേക്ക് തീരുമാനമെടുക്കുന്ന ആളുകൾ ജാതകം വിശദമായി ഒന്ന് പരിശോധിക്കേണ്ട സമയം കൂടിയാണ്. ഈ സമയത്ത് പുതിയ വീട് പണിയുവാനും പുതിയ വാഹനം വാങ്ങുവാനും നിങ്ങൾക്ക് ഉത്തമ ജീവിത പങ്കാളിയും വിദേശ യാത്ര, സന്താന സൗഭാഗ്യം, ധനലാഭം, ഉന്നത വിദ്യാഭ്യാസമെല്ലാം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. എന്നാൽ ചിലർക്ക് അന്യ സ്ത്രീ ബന്ധം മൂലം ധനനഷ്ടമുണ്ടാകുവാനുള്ള സാധ്യതയും വന്നു ചേരും. ചില ആളുകൾക്ക് തീർത്തും അപ്രതീക്ഷിതമായി പുതിയ ഭൂമി ലഭിക്കുകയോ ലോട്ടറിയിലൂടെയോ അതുമല്ലെങ്കിൽ നറുക്കെടുപ്പുകളിലൂടെയോ വിജയിക്കുക അല്ലെങ്കിൽ പുതിയ നിർമ്മിക്കുവാനുള്ള അവസരവും വന്നെത്തുന്നതാണ്. തൃക്കേട്ട നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ഭക്തിയോടെ വണങ്ങുന്നതും വളരെയധികം ഉത്തമമായി തീരുന്നതാണ്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. ഇവർ പഴികളും മറ്റും കേൾക്കുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വളരെയധികം കുറ്റപ്പെടുത്തലുകളും പരിഹാസവും സഹിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ സകല ദുഃഖങ്ങളും ദുരിതങ്ങളുമെല്ലാം അവസാനിച്ചു എന്നു തന്നെ പറയാം. ജീവിതത്തിൽ ഭാഗ്യവും ഐശ്വര്യവും ഇനി വന്നു ചേരും. സാമ്പത്തികമായ വലിയ പുരോഗതി, തൊഴിലിൽ വളരെയധികം ധന നേട്ടമാണ് നിങ്ങൾക്ക് ഭഗവാൻ സമ്മാനിക്കുവാൻ പോകുന്നത്. പൂരാടം നക്ഷത്രക്കാരായ ആളുകൾക്ക് അപ്രതീക്ഷിതമായ അവസരങ്ങളുടെയും നേട്ടങ്ങളുടെയും ദിവസമാണിനി വന്നെത്തുന്നത്. നിങ്ങളുടെ എല്ലാവിധ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുവാൻ അനുയോജ്യമായ സാഹചര്യങ്ങൾ വന്നെത്തും. രാഷ്ട്രീയക്കാർക്ക് വലിയ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. തിരഞ്ഞെടുപ്പുകളിൽ വിജയം, പുതിയ പദവികൾ, ജനങ്ങളിൽ നിന്ന് സ്വാധീന വർധനവ് എന്നിവയെല്ലാം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുവാനും സാധിക്കും. സ്വപ്നതുല്യമായ തൊഴിൽ നേടുവാനും സാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിനും വിദേശ പഠനത്തിനുമുള്ള അവസരങ്ങൾ വന്നെത്തുന്നതാണ്. പിണങ്ങിയിരുന്ന ദമ്പതികൾക്ക് ഒന്നിച്ച് സമാധാനപരമായി ജീവിക്കുവാനുള്ള അവസരം വന്നെത്തും. സന്താന സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടവും വിജയവും നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും വന്നെത്തുന്നതാണ്. കുടുംബാംഗങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുവാനും സന്തോഷകരമായ സമയം ചെലവഴിക്കുവാനുമുള്ള അവസരങ്ങൾ വന്നെത്തും. വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ വ്യവസായം വളരുകയും വലിയ ലാഭം വർദ്ധിക്കുകയും ചെയ്യും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം വിളവും ലാഭവും വർദ്ധിക്കും. വിദേശ യാത്ര നടത്തുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് പുരോഗതി വന്നെത്തും. ജോലിയിൽ സ്ഥാനക്കയറ്റം, പ്രമോഷൻ തുടങ്ങിയ ഉദ്യോഗ അവസരങ്ങൾ എന്നിവയെല്ലാം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് സമൂഹത്തിൽ വളരെയധികം സ്വീകാര്യതയും ബഹുമാനവും പ്രശംസയും നേടുവാനുള്ള അവസരങ്ങളാണ് വന്നെത്തിയിരിക്കുന്നത്.
കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയുന്നതാണ്. ദാമ്പത്യ ജീവിതം വളരെയധികം സുഖകരവും സംതൃപ്തിയുമായി തീരുന്നതാണ്. പൂരാടം നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വ്രതമനുഷ്ഠിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും മുടങ്ങിക്കിടക്കുന്ന സമയമാണിപ്പോൾ. നിങ്ങൾക്കിനി ഈ അവസ്ഥയെല്ലാം വിട്ടുമാറുന്നു. വിനായക ചതുർത്ഥിയോടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നല്ല കാര്യങ്ങൾ വന്നെത്തും. ദോഷങ്ങളെല്ലാം മാറും. തടസ്സങ്ങളെല്ലാം നീങ്ങിപ്പോകുന്ന ദിവസങ്ങളാണിനി. രക്ഷപ്പെടുവാൻ പോകുന്നു എന്ന് തന്നെ പറയാം. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും എല്ലാവിധ തടസ്സങ്ങളും നീക്കി പുനരാരംഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് നിങ്ങൾക്ക് എത്തിയിരിക്കുന്നത്. പഠനത്തിൽ വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഉയർച്ചയുണ്ടാകും. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ വമ്പൻ വഴിത്തിരിവുണ്ടാകുവാനും ഇടയുണ്ട്. നിങ്ങൾക്കിനി സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കാലമായി തന്നെ കണക്കാക്കപ്പെടാം. ഈ സമയത്ത് പല നല്ല കാര്യങ്ങളും സംഭവിക്കുവാൻ ഇടയുണ്ട്. സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ വളരെയധികം വർദ്ധിക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ പുരോഗതി, വിവാഹം എന്നിവയെല്ലാം സാധ്യതയുണ്ട്. ദൂരദേശത്ത് തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ഈ കാലയളവിൽ നിങ്ങളുടെ മക്കളെ ഒപ്പം കൂട്ടുവാനും നാട്ടിലേക്ക് വരുവാനുമുള്ള അവസരങ്ങൾ വന്നെത്തും. പുതിയ പുതിയ വരുമാന സ്രോതസ്സുകൾ ലഭിക്കുവാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാനും ഇടയുണ്ട്. വാഹനം വാങ്ങുന്നതിനോ നിലവിലെ പുതിയ വാഹനം മാറി പുതിയ വാഹനം വാങ്ങുവാനോ ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരങ്ങൾ ലഭിക്കും. കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് ആഘോഷവേളകൾ പങ്കിടുവാനും ഈ കാലയളവിൽ സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ പറ്റിയ ഒരു സമയമാണ്. ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് വളരെയധികം പുരോഗതിയും അംഗീകാരവും ലഭിക്കുന്നതാണ്. ഉത്രം നക്ഷത്രക്കാരായ ആളുകൾ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് വളരെയധികം അത്യുത്തമമായി ഭവിക്കുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. അത്തം നക്ഷത്രക്കാർ ഭഗവാന്റെ ജന്മനക്ഷത്രത്തിലുള്ള ആളുകളാണ്. ഇവർക്ക് സൗഭാഗ്യം വരുന്ന സമയം തന്നെയാണ് വിനായക ചതുർത്ഥി. നിങ്ങളുടെ മനസ്സിൽ ഏറെ മാനസിക ക്ലേശം അനുഭവിക്കുന്നു. അത്രയ്ക്ക് മോശം അനുഭവങ്ങളാണ് വളരെയധികം കാലമായി വന്നിരുന്നത്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സുഖവും സമൃദ്ധിയും വരുന്ന കാലഘട്ടമാണ് വന്നെത്തിയിരിക്കുന്നത്. വിനായക ചതുർത്ഥിയോടെ നിങ്ങൾ രക്ഷപ്പെടുവാൻ പോകുന്നു. ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തും. അത്തം നക്ഷത്രക്കാർക്ക് ഭക്ഷണം, ധാരാളം വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ഭൂമി എന്നിവയെല്ലാം ലഭിക്കുവാൻ ഇടയുണ്ട്. നിങ്ങളിനി മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുന്ന സമയമാണ്. ദാനധർമ്മങ്ങളിൽ വളരെയധികം താല്പര്യം വർദ്ധിക്കും. വിവാഹം, സന്താനലബ്ധി എന്നിവയെല്ലാം സംഭവിക്കുവാൻ ഇടയുണ്ട്. സർക്കാരിൽ നിന്നും ഉന്നതരിൽ നിന്നും അംഗീകാരങ്ങളും സമ്മാനങ്ങളും നിങ്ങൾക്ക് വന്നെത്തും. അപ്രതീക്ഷിതമായ ആഡംബര വാഹനങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയും. തൊഴിൽ സംബന്ധമായ പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയം സുനിശ്ചിതമാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം, മറ്റാനുകൂല്യങ്ങളും ഒക്കെയും നേടുവാൻ സാധിക്കും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജനപ്രീതിയും കീർത്തിയും നേടിയെടുക്കുവാൻ ഗണപതി ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും വർദ്ധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല ബന്ധം അവരുമായി സ്ഥാപിക്കുവാനും അവരുടെ എല്ലാവിധ വിജയങ്ങളിൽ സന്തോഷിക്കുവാനും കഴിയുന്നതാണ്. പണം സമ്പാദിക്കുവാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും സാധിക്കും. തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ തൊഴിലിൽ വളരെയധികം പുരോഗതിയും വിജയവും പ്രതീക്ഷിക്കാം. പുതിയ പുതിയ തൊഴിൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്നതാണ്. അത്തം നക്ഷത്രക്കാരായ ആളുകൾ ദുർഗാദേവിക്ക് പുറമെ ഗണേശ ഭഗവാനെയും സൂര്യനെയും ശ്രീകൃഷ്ണനെയും ആരാധിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രക്കാർക്ക് നല്ല കാലമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലെ എല്ലാവിധ ദുഃഖങ്ങളും പ്രയാസങ്ങളുമെല്ലാം മാറുന്ന സമയം. ചതുർത്ഥി കഴിയുമ്പോൾ ഇനി എല്ലാം മാറി മറിയും. സർവൈശ്വര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. നിങ്ങളുടെ മനപ്രയാസത്തിന് എല്ലാവിധ പരിഹാരങ്ങളും വന്നെത്തും. കഷ്ടകാലത്തിനി അവസാനമാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ, കടങ്ങളെല്ലാം വീട്ടുവാൻ സാധിക്കും. ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും അവസാനിക്കുന്ന സമയമാണ്.
തൊഴിൽ, വിദ്യാഭ്യാസം, പ്രണയം, വിവാഹം എന്നീ മേഖലകളിൽ സന്തോഷകരമായ വാർത്തകൾ സമ്മാനിക്കും. വിനായക ചതുർത്ഥിയോടെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങളും പുരോഗതിയും തുറന്നെത്തുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതാണ്. നിലവിൽ ജോലി ചെയ്യുന്നവർക്കും സ്ഥാനക്കയറ്റം പോലുള്ള ഉയർച്ച ലഭിക്കും. വിനായക ചതുർത്ഥിക്ക് ശേഷം തൊഴിൽ മേഖലയിൽ ഉന്നത സ്ഥാനത്തിലെത്തുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് തെളിയിക്കുവാൻ സാധിക്കും. പരീക്ഷകളിൽ വിജയിക്കുവാനും ഉന്നത വിദ്യാഭ്യാസം നേടുവാനുമുള്ള അവസരങ്ങൾ സിദ്ധിക്കുന്നതാണ്. പ്രണയത്തിൽ ഉള്ളവർക്ക് സന്തോഷകരമായ വാർത്തകൾ ലഭിക്കും. പ്രണയബന്ധം കൂടുതൽ ദൃഢമാകുകയും വിവാഹം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ സമയം കൂടിയാണ്. നിങ്ങളുടെ വിവാഹാലോചനകൾ വിജയിക്കും. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായി തുടരും. നിങ്ങൾക്ക് സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളിൽ നിന്നും അവാർഡുകളും സമ്മാനങ്ങളും ലഭിക്കുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ നേട്ടങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു സമയമാണ്. ചിലർക്ക് ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ സൽപുത്രലാഭം, ഭൂമിലാഭം, ധനലാഭം എന്നിവയെല്ലാം ഉണ്ടാകും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും തൊഴിൽ മേഖലയിൽ ഉയർച്ച ലഭിക്കുവാനും ഇടയുണ്ട്. പൊതുവെ വളരെയധികം ആരോഗ്യപരമായും മാനസികപരമായും സാമ്പത്തികമായും പുരോഗതി ദൃശ്യമാകുന്ന ഒരു സമയമാണ് ഗണപതി ഭഗവാൻ നിങ്ങൾക്ക് സമ്മാനിക്കുവാൻ പോകുന്നത്. അനിഴം നക്ഷത്രക്കാരായ ആളുകൾ സുബ്രഹ്മണ്യ സ്വാമിയെയോ ഭദ്രകാളിയെയോ ഭജിക്കുന്നതും അമ്പലങ്ങളിൽ ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയുന്നതും വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമായി ഭവിക്കുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. ചിത്തിര നക്ഷത്രക്കാരായ ആളുകൾക്ക് ചുറ്റും നല്ല കാലമാണെങ്കിലും നിങ്ങൾ മാത്രം മന്ദീഭവിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിൽ നിന്നും മാറ്റമുണ്ടാകുന്ന സമയമാണ് ചതുർത്ഥിയോടനുബന്ധിച്ച് ഗണപതി ഭഗവാൻ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ഭഗവാന്റെ ചൈതന്യം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വാനോളം വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഐശ്വര്യവും സാമ്പത്തിക ഉയർച്ചയുമാണ് ഭഗവാൻ സമ്മാനിക്കുന്നത്. നിങ്ങൾക്ക് വിവാഹത്തിന് അനുകൂലമായ സമയമാണ്. ഈ സമയത്ത് വിവാഹം നടത്തുവാൻ സാധ്യതയുണ്ട്. പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ മേഖലകളിൽ ജോലി ലഭിക്കുവാൻ അവസരം ലഭിക്കും. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ വരവിലൂടെ സാമ്പത്തിക നേട്ടം, ഭൂമി, വാഹനം എന്നിവയെല്ലാം ലഭിക്കുവാൻ ഇടയുണ്ട്. മാതാപിതാക്കളോടൊപ്പം താമസിക്കുവാൻ അനുയോജ്യമായ ജോലി ലഭിക്കുവാനും ഇടയുള്ള സമയമാണ്. സൽപുത്രഭാഗ്യം, ദാമ്പത്യ ഐക്യം, തൊഴിൽ മേഖലകളിൽ പേരും പ്രശസ്തിയും നേടൽ എന്നിവയെല്ലാം നിങ്ങൾക്ക് വന്നെത്തും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം, പഠിക്കുന്ന വിഷയങ്ങളിൽ അഗാധമായ അറിവ് നേടുവാനും സാധിക്കുന്നതാണ്. ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ ചിലർക്ക് പുതിയ ഭൂമി, സമ്പത്ത്, അഭിവൃദ്ധി എന്നിവ ലഭിക്കുവാനും ഇടയുണ്ട്. പൊതുവായി ചിത്തിര നക്ഷത്രക്കാർക്ക് ബുധ, വ്യാഴ, ശുക്ര ദശകളിൽ ദോഷപരിഹാരം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വെള്ളിയാഴ്ചകളിൽ വീട്ടിൽ നാരങ്ങ വിളക്ക് വെക്കുന്നത് നിങ്ങളുടെ ദോഷങ്ങളെ അകറ്റുവാൻ സഹായിക്കും. സുബ്രഹ്മണ്യ ഭജനവും ദുർഗാ ഭജനവും ദുരിതങ്ങളിൽ നിന്നും രക്ഷ നൽകുന്നതാണ്. ഈ ദേവതകളെ പ്രീതിപ്പെടുത്തുന്നത് ചിത്തിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും സുരക്ഷയും ഈശ്വരൻ സമ്മാനിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.